നരേന്ദ്രമോദി സർക്കാർ ഏത് സമയവും നിലം പതിക്കുമെന്ന് രാഹുൽ ഗാന്ധി എം.പി. ഈ സർക്കാരിന്റെ റിമോട്ട് കൺട്രോൾ ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ്. ഇന്ത്യ മുന്നണി ആ റിമോട്ട് ഓഫാക്കിയാൽ സർക്കാർ വീഴുന്ന അവസ്ഥയാണ്. ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഭരണഘടനയെ വന്ദിക്കുന്നതാണ് കണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങുന്നതിനായി കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണമൊരുക്കിയത്. രാഹുൽ ഗാന്ധി എത്തുന്നതിന് മണിക്കൂറുകൾ മുന്നേ തന്നെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി എത്തിയതോടെ ആവേശം അണപൊട്ടി ഒഴുകി. ജനാധിപത്യ സംരക്ഷണത്തിന് താൻ എന്ന് മുന്നിലുണ്ടാവുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുകയും ചെയ്തു. മട്ടന്നൂരിൽ എന്നെ സ്വീകരിക്കാൻ കടന്നു വന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പോടെ BJP ശോഷിച്ചു. ഏത് സമയം ഈ സർക്കാർ നിലംപതിക്കും. ഈ സർക്കാരിൻ്റെ റിമോട്ട് കൺട്രോൾ ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ്. ഇന്ത്യ മുന്നണി ആ റിമോട്ട് ഓഫാക്കിയാൽ സർക്കാർ വീഴുന്ന അവസ്ഥയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. Prime Minister Mr. Narendra Modi, his image has been destroyed forever. The opposition has tremendous strength in the Lok Sabha. Frankly, the government is a crippled government. Anytime the government can be dropped. Remote control is in India Gathbandhan's hands. Anytime we decide to press the off button, the government will collapse. But we will ensure that the entire opposition fights for a fair India, for a prosperous India, for an India of farmers, workers, youngsters. ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പോൾ ഭരണഘടനയെ വന്ദിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കാണാൻ കഴിയുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. KPC പ്രസിഡന്റ് K. സുധാകരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അദ്ദേഹം നന്ദി പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, KPC പ്രസിഡന്റ് K. സുധാകരൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്നിഹിതരായിരുന്നു. ധനിത്തിലാൽ നമ്പ്യാർ, ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.